ഹായ്, എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 1979 പുറത്തിറങ്ങിയ കള്ളിയങ്കാട്ട് നീലി എന്ന ഹൊറർ സിനിമയെ കുറിച്ചിട്ടാണ്. എം കൃഷ്ണൻ നായരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. എം മണിയാണ് നിർമ്മിച്ചത്. മധു, ജയഭാരതി, പ്രവീണ, ജഗതി ശ്രീകുമാർ, സുധീർ മുതലായവരാണ് പ്രധാനമായും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് താരങ്ങൾ. ബിച്ചു തിരുമലയാണ് ഗാനങ്ങളുടെ വരികൾ എഴുതിയിട്ടുള്ളത്. ശ്യാമാണ് സംഗീതം നൽകിയിരിക്കുന്നത്. നമുക്ക് സിനിമയുടെ ഒരു കഥാസംഗ്രഹം വളരെ ചെറുതായിട്ടൊന്ന് നോക്കാം. മധു ആണ് സിനിമയിലെ നായകൻ, ജയഭാരതിയാണ് നായിക. തുല്യ പ്രാധാന്യമായിട്ട് തന്നെ പ്രവീണയും അഭിനയിക്കുന്നുണ്ട്. മധു ഒരു ദിവസം രാത്രി കാണുകയാണ് ജയഭാരതിയുടെ കഥാപാത്രം ലത എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആറ്റിൽ വീഴുന്നു. അപ്പൊ അവിടെ നിന്ന് മധു അവരെ രക്ഷിച്ച് താൻ വസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സ് എന്നോ ലോഡ്ജ് എന്ന് എന്താണെങ്കിലും പറയാം. അതിൽ വേറൊരു പേരാ പറയുന്നത്. അത് കറക്റ്റായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെയുള്ള സർവൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതാരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മധുവിനും ഇവരെ അറിയില്ല. അപ്പൊ വേറെ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യദർശി ഉണ്ടാവുമല്ലോ, അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് ആനപ്പാറ ഗൗരി അമ്മയുടെ ഇളയ മകളാണ് ഈ കുട്ടി എന്ന് പറയുന്നതാണ്. ലത എന്നാണ് പേര്. അവര് അങ്ങനെ നന്നായിട്ട് പരിചയപ്പെട്ട് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അതിനിടയിൽ കുറച്ച് ടൂറിസ്റ്റ് ആയിട്ട് ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ആ ടൂറിസ്റ്റില് നമ്മുടെ നരസിംഹത്തില് വക്കീൽ ഗുമസനായിട്ട് ഒരാളില്ലേ, അപ്പോൾ ആ പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ആ പടത്തില്. അപ്പൊ പുള്ളിയൊക്കെ ഉണ്ട്. അന്നത്തെ പരിഷ്കാരി ലെവൽ ടീമുകളാണ് അന്നത്തെ. അപ്പൊ അങ്ങനെ അവരൊക്കെ വരുന്നു. അപ്പൊ അവരൊക്കെ അങ്ങനെ വരുമ്പോ അപ്പൊ ഒരു ഗൈഡ് ഉണ്ട്. ഈ ഗൈഡിന്റെ കഥാപാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ. അപ്പൊ അങ്ങനെ അവരൊരു സ്ഥലത്ത് കൂടെ എത്തുമ്പോൾ പെട്ടെന്ന് ആ ഗൈഡ് പറയണത് നമുക്ക് ഇവിടെ നിന്ന് അധികം നേരം നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ മുമ്പോട്ട് പോകണം. കാരണം ഇതത്ര ലോകത്തിലെ തന്നെ ഏറ്റവും പെശക് പിടിച്ച ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഈ സ്ഥലം നോക്കുമ്പോൾ ഇതാണ് കള്ളിയങ്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞു. കള്ളിമുൾച്ചെടികളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒരുപാട് പനകളൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ കള്ളിയങ്കാട്ട് നീലിയുടെ കഥ പറയുന്നത്. പ്രവീണയാണ് നീലിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കഥ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു അത്യാവശ്യം അന്നത്തെ കാലത്ത് കുതിര സവാരി ചെയ്ത് ഒരു വഴിപോക്കനായിട്ട് വരുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രം സുധീർ എന്നാണ്. ആ മെയിൻ ആയിട്ടുള്ള അയാളുടെ പേര് സുധീർ എന്നാണ്. കഥാപാത്രത്തിന്റെ പേര് എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ സുധീറിനെ കാണുന്നു. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഇഷ്ടപ്പെടുകയാണ്. ഇഷ്ടപ്പെടുമ്പോൾ അതിൽ നല്ല രസമുണ്ട്. ആ കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സുധീർ ഇഷ്ടപ്പെടുന്നു. പ്രപ്പോസൽ ചെയ്യുന്ന ഭാഗം, അപ്പൊ നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ ചെടി ഒന്നെടുത്ത് ഇലകളൊന്ന് പറിച്ചു കളഞ്ഞാൽ മതി, അതിന് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പൊ അതേപോലെ തന്നെ പ്രവീണയുടെ ഈ നീലിയമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം അത് അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഈ സുധീറിന്റെ കഥാപാത്രം നീലിയമ്മയുടെ വീട്ടിൽ നിന്നിട്ട് വിവാഹാലോചന നടത്തുന്നു. ഈ വിവാഹം കഴിച്ചതിന് ശേഷം ഉള്ള സ്വർണം ഒക്കെ ആണ് ഇയാളുടെ കണ്ണുകൾ മുഴുവൻ. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവള് പ്രഗ്നന്റ് ആവുകയാണ്. കൊണ്ടിട്ട് ഇവരൊരു യാത്ര തിരിക്കുന്നു. ആ യാത്ര ഇരിക്കുമ്പോൾ ഈ പനയുടെ ചുവട്ടിൽ ഈ കള്ളിയങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ ക്ഷീണിച്ചിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഇരിക്കുകയാണ്. ക്ഷീണിച്ച് രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ പ്രവീണ, അതായത് നീലിയമ്മ പറയണു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അപ്പൊ ഞാനൊന്ന് അങ്ങയുടെ മടിയിൽ തലചാച്ച് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓ ആയിക്കോട്ടെ എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ ഇയാൾക്ക് ഇവളുടെ ദേഹത്തുള്ള സ്വർണം, ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട്. അപ്പൊ ഈ സ്വർണ്ണമൊക്കെ കണ്ടിട്ട് ഇയാളുടെ കണ്ണ് മഞ്ഞളിച്ചിട്ട് പതുക്കെ തലയിൽ ആ നീലിയമ്മയുടെ തല അദ്ദേഹത്തിന്റെ മടിയിൽ നിന്നും താഴെ വെച്ചിട്ട് അദ്ദേഹത്തിന് കുഞ്ഞാണ് ആ നീലിയമ്മയുടെ വയറ്റ് വളരുന്നത് എന്നും കൂടി ആലോചിക്കാതെ അതിദാരുണമായിട്ട് തന്നെ ആ ഒരു കല്ലെടുത്തിട്ട് ഈ തലക്കിട്ടിട്ട് ഈ നീലിയമ്മേനെ കൊല്ലുകയാണ്. ഈ സ്വർണങ്ങളെല്ലാം വാരിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇവര് കണ്ടുമുട്ടണ സമയത്ത് ഒരു 2 നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഇവള് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്റെ ജീവനേക്കാൾ ഏറെ വിലയുള്ളതാണ്, എന്റെ മരണം വരെ സൂക്ഷിക്കുന്നതാണ്. അതടക്കം അവളുടെ നിന്ന് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ബോധം വരുന്ന നീലി, അതായത് മരണവെപ്രാളത്തിൽ ബോധം വരുന്ന നീലി കള്ളിമുൾച്ചെടികൾ ധാരാളമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് പറയണത് നിങ്ങളാണ് ഇതിന് സാക്ഷി, നിങ്ങൾ മാത്രമാണ് ഇതിന് സാക്ഷി എന്ന് പറയാം. അപ്പോ പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീലി ഒരു രക്തരക്ഷസായിട്ട് മാറുകയാണ്, ഒരു യക്ഷി ഭാവത്തിലേക്ക് മാറുകയാണ്. അതും ആണുങ്ങളോട് ഭയങ്കര വൈരാഗ്യമാണ്. അത് ഈ സിനിമയിൽ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ
ഒരുപാട് പേരെ ഈ മറ്റേ ചുണ്ണാമ്പൊക്കെ ചോദിച്ച് ഒരുപാട് പേരെ ഈ രക്തദാഹം തീർക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ നമ്മുടെ നീലിയുടെ ഭർത്താവ് കുറെ ധനികനൊക്കെ ആയിട്ട് തിരിച്ച് ആ വഴിക്ക് വരികയാണ്. അപ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ കാണുന്നു. അപ്പോൾ അയാൾ വീണ്ടും പഴയ പോലെ തന്നെ കിന്നാരൊക്കെ പറയുന്നു. അപ്പൊ ഇവള് ചോദിക്കണം, നിങ്ങൾക്ക് എന്നെ ഇനിയും മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവള് പെട്ടെന്ന് നീലിയാണ് എന്നുള്ളത് ഇയാൾ മനസ്സിലാവും. അയാളെയും വധിക്കുന്നു. പിന്നെ നാട്ടുകാർക്കൊക്കെ ആ നീലിയെ കൊണ്ട് ഭയങ്കര ഉപദ്രവമായിട്ട് മാറണം. ഈ നാട്ടുകാർക്കൊക്കെ ഇങ്ങനെ ഉപദ്രവമായിട്ട് മാറുമ്പോൾ സൂര്യകാലിയടി മനയിലെ ഭട്ടതിരിപ്പാടിനെ കൊണ്ടുവന്നിട്ട് ഈ നീലിയെ തളക്കിയാണ്, പനയിൽ തളക്കിയാണ്. ഇങ്ങനെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ഈ ടൂറിസ്റ്റുകളാണല്ലോ ഇരിക്കുന്നത്, അവർക്കും അയ്യോ എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇതായിട്ട് പോവാണ്. പിന്നെ നമ്മുടെ ജഗതി ശ്രീകുമാറിന്റെ ക്യാരക്ടർ ഉണ്ട്, ഉഗ്രൻ വാസു എന്നാണ് പുള്ളിയുടെ പേര്. ഒട്ടാറ് പെർഫോമൻസ് ഉണ്ട്. ജഗതി ശ്രീകുമാർ ഇങ്ങനെ നിന്ന് ചിരിപ്പിക്കുന്ന പെർഫോമൻസ് ആണ് ആ പടത്തിലുള്ളത്. നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടാറ് പെർഫോമൻസ്, ക്ലീൻ പെർഫോമൻസ് ആണ്. അതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. മധുവും ജയഭാരതിയും തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ട്. അപ്പൊ അവര് ഈ അങ്ങനെ ഒരു സ്ഥലത്ത് കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉഗ്രം വാസു എന്ന് പറയുന്ന കഥാപാത്രം വന്നിട്ട് എന്താ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഈ സദാചാരത്തിനെ ഒക്കെ നന്നായിട്ട് ഊക്കി വിടുന്നുണ്ട്. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണെന്നുള്ളൊരു ലെവലിലാണ് ആ സംഭവം എടുത്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞല്ലോ, നീലിയെ തറച്ചു. അപ്പൊ അതിനുശേഷം പിന്നെയും നീലിയുടെ ഉപദ്രവങ്ങൾ വീണ്ടും അവിടെ വരികയാണ്. അപ്പൊ അതിനിടയിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്, കുറച്ച് ധൈര്യശാലിയായിട്ടുള്ള ഒരു ഇൻസ്പെക്ടറാണ്. അപ്പൊ പുള്ളി ഇതിനെ പറ്റിയിട്ട് അന്വേഷണങ്ങൾ നടത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നുകയാണ് ജയഭാരതി തന്നെയാണ് നീലി എന്നുള്ളത് തോന്നുകയാണ്. അങ്ങനെ മധുവിന്റെ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രവും ഇത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. കല്ലിയങ്കാട്ട് നീലിയായിട്ട് അഭിനയിച്ചത് പ്രവീണയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവരുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ അഭിനയമാണ്, നല്ല രസമുണ്ട്. ഈ സിനിമ ജയഭാരതിക്ക് എന്ത് സംഭവിക്കുന്നു, ഹേമചന്ദ്രൻ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ് ഈ സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും കാണാൻ പറ്റാവുന്ന ഒരു വൺ ടൈം കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ്. നമ്മുടെ ഈ സിനിമയിലാണ് യക്ഷിപ്പാട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല രസമുള്ള ഒരു പാട്ടില്ലേ, നിഴലായി ഒഴുകി വരും ഞാൻ, ജാനകിയമ്മ പാടിയിട്ടുള്ള ഒരു പാട്ട്. അത് ഈ സിനിമയിൽ തന്നെയാണ്. നല്ല രസമാണ്. അതേപോലെ തന്നെ ഈ പടത്തിൽ ഉടനീളം ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല ബ്യൂട്ടി ആയിട്ട് എടുത്തിട്ടുണ്ട്. ലവ് പോർഷനിലൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇന്ദ്രൻസ് മറ്റേ ടേപ്പ് റെക്കോർഡിൽ വെച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് ഞാൻ കേൾക്കുന്നത്. ഒരു ജയറാമിന്റെ പടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സിനിമ ഒരു നല്ലൊരു മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ പ്രൈമില് അവൈലബിൾ ആണ്. 1979 ഇറങ്ങിയതെന്ന് കൂടി ആലോചിക്കണം. അത് പറയുമ്പോൾ ആ പടത്തിൽ ഒരു 1-2 കിടിലൻ ട്വിസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ആ ട്വിസ്റ്റുകൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ആലോചിച്ച് എഴുതിയിട്ടുണ്ട്. എമ്മാതിരി സംഭവം. അതേപോലത്തെ ട്വിസ്റ്റുകൾ ഈ അടുത്ത കാലഘട്ടത്തിലും കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ തുടക്കം ശരിക്കും എനിക്ക് തോന്നുന്നു ഈ 79-78 കാലങ്ങളിൽ ഒക്കെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുവിന്റെ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം ജയഭാരതിയുടെ കഥാപാത്രത്തിനും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഈ സിനിമ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്, പ്രൈമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. അതേപോലെ തന്നെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ഒന്ന് അഭിപ്രായം പറയുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.